വീണ്ടും സുപ്രഭാതം. നമ്മൾ 1 John chapter 2 verse 1 വായിച്ചത് 1 and 2. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്. അപ്പം ജീസസ് ക്രൈസ്റ്റ് ആണ് നമ്മുടെ പാപത്തിൻ്റെ പരിഹാരം ചെയ്ത ബലി. യേശുക്രിസ്തുവിൻ്റെ മരണമാണ് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി. ഓർപ്പിക്കാവുള്ളേ. എന്നിട്ട് പറയാം, നമ്മുടെ മാത്രമല്ല ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ക്രിസ്ത്യൻസിൻ്റെ വിചാരം യേശുക്രിസ്തു ക്രിസ്ത്യൻസിൻ്റെ മാത്രം ദൈവമാണ്. അവരങ്ങനെയാണ് മറ്റ് മതങ്ങൾക്ക് കൊടുക്കുന്ന, മറ്റ് റിലീജിയൻസിന് കൊടുക്കുന്ന ഒരു മെസ്സേജ് വന്നത്. ജീസസ് ക്രൈസ്റ്റ് ബിലോങ്സ് ടു അസ്. ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, നിങ്ങൾക്കൊന്നും അതിനകത്ത് ഒരു യാതൊരു കാര്യമില്ല. പല സഭകളും അങ്ങനെയാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്, വേറെ ആരും കൂടെ ചേർക്കത്തില്ല. കാരണം യേശുക്രിസ്തു മരിച്ചത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മാത്രമാണ്, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ല. കർത്താവിൻ്റെ പക്ഷാപാതം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഫേവറിറ്റിസം ഉണ്ടായിരുന്നു. കർത്താവ് യഹൂദജനത്തെ തിരഞ്ഞെടുത്തു, അതിനൊരു പ്രത്യേക പർപ്പസ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയുണ്ടെങ്കിൽ യഹൂദൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മാത്രം മരിച്ചാൽ മതിയായിരുന്നല്ലോ. പല ആൾക്കാരും പറയാറുണ്ടായിരുന്നു, ആ യഹൂദനോട് കർത്താവിന് പ്രത്യേകത ഉണ്ട്. യെസ്, ഓഫ് കോഴ്സ്. പക്ഷേ കർത്താവ് മരിച്ചത് യഹൂദൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മാത്രമല്ല. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പാപപരിഹാര ബലിയാണ്. യോഹന്നാൻ പറയാണ്, നമ്മുടെ മാത്രമല്ല ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക്. കാരണം യേശുക്രിസ്തുവിന് മാത്രമേ ലോകത്തിൻ്റെ മുഴുവൻ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ പരിഹാരത്തിലേക്കാണ് നമ്മൾ സകല ജനത്തെയും കൊണ്ടുവരേണ്ടത്. ആ ബോധ്യമാണ് നമ്മൾ ആൾക്കാർക്ക്. നമ്മൾ മറ്റുള്ളവർക്ക് നമ്മൾ കൺവേ ചെയ്യേണ്ട മെസ്സേജ്, യേശുക്രിസ്തു നമ്മളെ സ്നേഹിക്കുന്നു, നിങ്ങളുടെ പാപം എത്ര കടുഞ്ചോപ്പാണെങ്കിലും കർത്താവ് അതിനുള്ള പരിഹാരം ചെയ്തിട്ടുണ്ട്. The moment you believe, trust in him, your sins will be forgiven. എന്നാൽ നിങ്ങൾ യേശുക്രിസ്തുവിൽ എപ്പോൾ വിശ്വസിക്കുന്നോ ആ നിമിഷം നിങ്ങളുടെ പാപങ്ങൾ ദൈവം മോചിക്കല്ല, ക്ഷമിച്ചതിന് തുല്യമാണ്. കാരണം അതിനുള്ള പാപപരിഹാരം ബലി ഓൾറെഡി കർത്താവ് ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഇതെങ്ങനെ അവരറിയുന്നത്? എങ്ങനെയാണ് വിശ്വാസം എങ്ങനെയാണ് വരുന്നത്? കേൾവിയാണ്. കേൾവി എന്തിനെക്കുറിച്ചുള്ള കേൾവിയാണ്? യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്താൽ, അല്ലെ നമ്മൾ സുവിശേഷം അറിയിക്കും. അപ്പം നമുക്ക് വലിയൊരു ഉത്തരവാദിത്വം ഉണ്ട് കേട്ടോ. പല ആൾക്കാരും വിശ്വാസികളായിട്ട് ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ കർത്താവിനെ സേവിക്കുമെന്ന് പറഞ്ഞിട്ട് പുറത്തോട്ട് പോകത്തേ ഇല്ല, അല്ലെങ്കിൽ പുറത്തോട്ട് ഈ രക്ഷ കൊടുക്കത്തില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്നു, നമ്മൾ ഉപവസിക്കുന്നു, നമ്മൾ വിശുദ്ധ ജീവിതം നയിക്കുന്നു, നമ്മൾ നേർച്ച കാഴ്ചകൾ നിറവേറ്റുന്നു. എല്ലാത്തിൻ്റെ അടിസ്ഥാനം എന്താ? ഒരുതരം സെൽഫിഷ്നസ്. എനിക്ക് നിത്യത വേണം, എനിക്ക് സ്വർഗത്തിൽ പോകണം, എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു കുഴപ്പവും വരില്ല, അല്ലെങ്കിൽ എൻ്റെ സഭയിലുള്ളവർക്ക് ഒരു കുഴപ്പവും വരില്ല. അതിനപ്പുറത്തോട്ടോ നോ. അപ്പോൾ കർത്താവ് മരിച്ചതിൻ്റെ അർത്ഥമോ എനിക്ക് എൻ്റെ കുടുംബത്തിന് വേണ്ടി മാത്രം. ഇനി മറ്റൊരു കൂട്ടുണ്ട്, ഭയങ്കര വിശാല ചിന്താഗതി. എല്ലാ ദൈവങ്ങളും ഒന്ന് തന്നെയാണ്, എല്ലാ മതങ്ങളും ഒന്ന് തന്നെയാണ് പഠിപ്പിക്കുന്നത്, എല്ലാത്തിലോട്ടുള്ള വഴി ഒന്ന് തന്നെയാണ്. നോ. വ്യക്തമായിട്ട് അതിനെ കർത്താവ് എന്താ പറഞ്ഞത്, അതിനെ തിരിച്ച് പറയുന്നുണ്ട്. എന്നിൽ കൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുത്തേക്ക് വരുന്നില്ല, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും. ഇഷ്ടം പോലെ വചനങ്ങൾ. അപ്പം നമ്മൾ ഭയങ്കര വിശാല ചിന്താഗതിക്കാരും കർത്താവ് ഭയങ്കര നാരോ മൈൻഡും അങ്ങനെയാണ്. അങ്ങനെ കർത്താവ് പറഞ്ഞല്ലോ, ബൈബിൾ പറഞ്ഞല്ലോ, നിങ്ങൾ എല്ലാം ഒന്ന് തന്നെയാണ്, ഞങ്ങളെല്ലാം ഒരേ സ്നേഹത്തിലാണ് കഴിയുന്നത്, ഈ എല്ലാ നദികളും കടലിലേക്കാണ് പോകുന്നതൊക്കെ കർത്താവ് ബൈബിളിൽ എവിടെയെങ്കിലും കാണിച്ചു. ബൈബിൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം, അത് സത്യമാണ്, അതിന് മാറ്റമില്ല. അപ്പം നമ്മൾ നമ്മുടേതായ ഫിലോസഫി, നമ്മുടെ ഈ കുഞ്ഞു ബുദ്ധിയിൽ നിന്ന് ഒത്തിരി ആശയങ്ങൾ വരും. അതൊക്കെ കേട്ട് കൈയടിക്കാനും അല്ലെങ്കിൽ നമ്മളെ പ്രോത്സാഹിപ്പിക്കാനും ഒത്തിരി ആൾക്കാർ കാണും. അതുകൊണ്ടൊന്നും അത് സത്യമാണെന്നില്ല. അവസാനം നമ്മൾ അവരെയും കുഴിച്ചടിക്കും, നമ്മളും കുഴിച്ചാടും. അതുകൊണ്ട് ദൈവവചനം എന്ത് പറയുന്നു അതാണ് അൾട്ടിമേറ്റ്, അതാണ് സത്യം. ബാക്കിയൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല സത്യമാണോ ഇല്ലെന്നുള്ളത്. അതൊക്കെ അവസാനം അവിടെ ചെല്ലുമ്പോൾ റിയലൈസ് ചെയ്യും സത്യമല്ലായിരുന്നു. അപ്പോൾ അവൻ നമ്മുടെ മാത്രമല്ല ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമാണ്. അപ്പം ആര് വിശ്വസിക്കുന്ന എല്ലാവർക്കും ഇത് അവൈലബിളാണ്. അവിടെ യഹൂദനെന്നോ വിജാതിനെന്നോ ക്രിസ്ത്യനെന്നോ നോൺ ക്രിസ്ത്യനെന്നോ ഒന്നും ഒരു വ്യത്യാസമില്ല. യേശുക്രിസ്തു എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. എൻ്റെ പാപത്തിൻ്റെ പരിഹാരമാണ് യേശുക്രിസ്തുവിൻ്റെ മരണത്തിൽ കൂടെ സംഭവിച്ചത്. പിതാവ് വെച്ചിരുന്ന പെനാൽറ്റി ആയിരുന്നു യേശുക്രിസ്തുവിൻ്റെ മരണം. ഈ ലോകത്തിൻ്റെ മുഴുവൻ പാപങ്ങൾക്കും പിതാവായ ദൈവം വിധിച്ചിരുന്ന ശിക്ഷയാണ് പാപത്തിൻ്റെ ശമ്പളമായ മരണം. അത് യേശുക്രിസ്തുവിൽ കൂടെ നിറവേറി, യേശുക്രിസ്തു അത് വഹിച്ചു. അതുകൊണ്ട് നമുക്കതിൽ നിന്നും ഒഴിവ് കിട്ടി. ഇതാണ് സുവിശേഷം. ഇത് ലോകത്തിന് മുഴുവൻ അവൈലബിൾ.
ഇന്ന് ലോകത്തിൽ എത്ര കോടി ജനങ്ങളുണ്ടോ അവർ മുഴുവൻ പേരും വിശ്വസിച്ചാലും അവർക്ക് മുഴുവൻ ഇത് സൗജന്യമായിട്ട് കിട്ടും. അവരൊരു വില കൊടുക്കണ്ട, വിശ്വസിച്ചാൽ മതി. ഇത്രയും ഫ്രീ ആയിട്ട് വെച്ചിട്ടും ആർക്കും വേണ്ട. ഓക്സിജൻ്റെ കാര്യം പറഞ്ഞു, ഓക്സിജൻ ഇത്രയും അവൈലബിൾ, ഇത്രയും കോസ്റ്റ്ലി ആണെങ്കിലും ഇത്രയും ഫ്രീ ആയിട്ട് കിട്ടുന്നതുകൊണ്ട് അതിനൊരു വിലയില്ല. അതുകൊണ്ടാണ് ഈ മരങ്ങളെല്ലാം വെട്ടിമുറിക്കുന്നതും മുഴുവൻ പൊല്യൂട്ടഡ് ആക്കുന്നതും. അതിനൊന്ന് വിലയിട്ട് നോക്കുക. ഏറ്റവും വിലയിടുകയാണെങ്കിൽ ഏറ്റവും കോസ്റ്റ് ആയിട്ടുള്ള സാധനമല്ലേ. ഒരു മണിക്കൂറിന് ജീവിക്കണമെങ്കിൽ ഒരു 5000 രൂപയുടെ ഓക്സിജൻ വേണമെന്ന് വിലയിട്ട് നോക്കുക. അല്ലെങ്കിൽ ഒരു 50,000 രൂപ, അത്രയും കോസ്റ്റ് ഇല്ല, ഒരു 50,000 രൂപ കൊണ്ട് വിലയിട്ട് നോക്കുക. അപ്പോൾ അറിയാൻ്റെ വില എന്ന് പറഞ്ഞാൽ രക്ഷ വളരെ കോസ്റ്റ്ലിയാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു തന്നെ ചെയ്യേണ്ടി വന്നത്. പാപം വളരെ സീരിയസ് ആണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു തന്നെ കുരിശിൽ മരിക്കേണ്ടി വന്നത്. ഇതൊന്നും നമ്മളും തിരിച്ചറിയുന്നില്ല, നമ്മൾ മറ്റുള്ളവർക്കൊട്ട് ബോധ്യം കൊടുക്കുന്നുമില്ല. പണ്ട് കർത്താവ് ഈ ന്യായശാസ്ത്രികളെ കുറിച്ച് പറയുകയായിരുന്നു, അവരോട്ട് സ്വർഗരാജ്യത്ത് പ്രവേശിക്കത്തുമില്ല, സ്വർഗരാജ്യത്ത് പ്രവേശിക്കാൻ വരുന്നവരെ അവരോട്ട് വിടത്തുമില്ല. കർത്താവ്